സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഗാസ സ്ട്രിപ്പ് പൂർണ്ണമായും ഏറ്റെടുക്കാൻ നെതന്യാഹു തീരുമാനിച്ചു എന്നുള്ളതാണ് ഇസ്രായേൽ മീഡിയ പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ചാനലുകളായ i24 ന്യൂസ്, ജെറുസലേം പോസ്റ്റ്, ചാനൽ 12, വൈനെറ്റ് ഒക്കെ ഈ വാർത്ത ഏറ്റവും വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള തീരുമാനമായി ഇന്ന് വാർ ക്യാബിനറ്റ് കൂടുന്നുണ്ട്. നെതന്യാഹുവിന്റെ വാർ ക്യാബിനറ്റ് ഇന്ന് കൂടുകയാണ്. വാർ ക്യാബിനറ്റ് കൂടുമ്പോൾ ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഈ വാർത്താ മാധ്യമങ്ങൾ പറയുന്നത്. ഇപ്പൊ ഗാസ പൂർണ്ണമായും ഏറ്റെടുക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഗാസയുടെ പരിപൂർണ നിയന്ത്രണം ഇനി മുതൽ ഇസ്രായേലിന്റെ കയ്യിലായിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ ബന്ദിയുടെ വീഡിയോ പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട ഇസ്രായേലിലുണ്ടായ അതിന്റെ അലയൊലികൾ, അതാണ് ഏറ്റവും പെട്ടെന്ന് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചത് എന്ന് വേണം വിചാരിക്കാൻ. കാരണം നെതന്യാഹു പറയുന്നത് നിശ്ചയമായും ഹമാസ് ബാക്കിയുള്ള ബന്ദികളെ വിട്ടയക്കുകയില്ല എന്നുള്ളതാണ്. ഒരു കാരണവശാലും ബന്ദികളെ വിട്ടയക്കില്ല. കാരണം ബന്ദികളെ വിട്ടയച്ചു കഴിഞ്ഞാൽ പിന്നെ ഹമാസിന്റെ കയ്യിൽ ഒന്നുമില്ല. അവരെ സംബന്ധിച്ച് അവരുടെ ആകെയുള്ള അസറ്റാണ് ഈ ബന്ദികൾ എന്ന് പറയുന്നത്. 22 പേർ ജീവനോടെ ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത്. 27 ഡെഡ് ബോഡികളും. അങ്ങനെ മൊത്തം 49 ബന്ദികൾ ഇവരെ കയ്യിൽ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഇസ്രായേൽ ഗാസയിൽ നടത്തിയ മിലിറ്ററി ഓപ്പറേഷന്റെ ഭാഗമായി 60,930 ആളുകൾ കൊല്ലപ്പെടുകയും അതിന് ഇരട്ടിയധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് ഗാസയിൽ തന്നെയുള്ള ഹെൽത്ത് ഏജൻസികൾ പറയുന്നത്. അപ്പൊ ഇത്രയും നാള് നീണ്ടു നിന്ന ഒരു മിലിറ്ററി ഓപ്പറേഷനിലും ഹമാസ് കീഴടങ്ങാൻ തയ്യാറാവാതിരിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് ആ പ്രദേശത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും വിട്ടുപോയിട്ടും അവർ ബന്ദികളെ വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയും ബന്ദികൾ ഗാസയിലെ ഒരു പ്രത്യേക ഭാഗത്ത് ടണലുകൾക്കുള്ളിലാണ് ബന്ധിതരായിട്ടുള്ളത് എന്ന് ഇസ്രായേലിന് പരിപൂർണമായി വിവരം ലഭിക്കുകയും പക്ഷെ ആ ടണലുകളെ ആക്രമിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ള ആലോചനയാണ്. ആത്യന്തികമായി ഈ പ്രദേശത്തിന്റെ മൊത്തം, അതായത് ഇപ്പൊ ഇനി 90% സ്ഥലങ്ങൾ ഒരു പിടിച്ചു കഴിഞ്ഞു, പട്ടാള നിയന്ത്രണത്തിലാണ്. 10% ഏരിയയിലാണ് ആളുകൾ ഇങ്ങനെ തിങ്ങിപ്പാർക്കുന്നത്. ആ തിങ്ങിപ്പാർക്കുന്ന ഏരിയയുടെ നിയന്ത്രണം കൂടി പരിപൂർണമായും ഇസ്രായേലെ ഏറ്റെടുക്കാൻ പോവുകയാണ്. അപ്പൊ ഇതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവര് ടണലുകൾക്കുള്ളിലാണ്, ഹമാസ് എന്ന് പറഞ്ഞ ടണലുകൾക്കുള്ളിലാണ്. അവര് പുറത്തു വരുന്നു, ആക്രമണം നടത്തുന്നു, തിരിച്ച് ടണലുകൾക്കുള്ളിലേക്ക് പോകുന്നു. ഈ ടണലുകളൊക്കെ ഏകദേശം ഐഡന്റിഫൈ ചെയ്യാൻ ഇസ്രായേൽ പട്ടാളത്തിന് സാധിച്ചിട്ടുണ്ട്, IDF-ന് സാധിച്ചു. പക്ഷേ ടണലുകളെ ആക്രമിക്കാൻ കഴിയില്ല. കാരണം ഈ ടണലുകൾക്കുള്ളിലാണ് ഇവരുടെ ബന്ധികളെ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ബന്ധി ഒരു ടണലിൽ എന്ന നിലയ്ക്കാണെങ്കിൽ പോലും ടണലുകളെ ആക്രമിച്ചാൽ ഉടനെ ഇവര് അകത്തുള്ള ബന്ധിയെ കൊല്ലും. അപ്പൊ ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ടണലുകൾ ആക്രമിക്കപ്പെടാതെ അതിനകത്ത് ഒളിച്ചിരുന്ന് ആവശ്യമുള്ള സമയത്ത് പുറത്തു വന്ന് ആക്രമിച്ചിട്ട് തിരിച്ചു പോവുക എന്നുള്ളതാണ് ഇവര് ഇതിലെടുക്കുന്ന നാടകം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇത് ഒരു പട്ടാളവും ഒരു ഭീകര സംഘടനയും തമ്മിലുള്ള യുദ്ധമാണ്. ഭീകര സംഘടനയെ സംബന്ധിച്ച് അവര് പ്രവർത്തിക്കുന്നത് ഒരു വിശ്വാസത്തിന്റെ പുറത്ത്. അവരെ സംബന്ധിച്ചൊരു വിശ്വാസമാണ്. വിശ്വാസം എന്നുള്ളത് അവര് മരിച്ച് സ്വർഗത്തിൽ ചെന്നാൽ അവർക്ക് വിവരണാതീതമായ സുഖസൗകര്യങ്ങൾ, ലൗകിക സുഖസൗകര്യങ്ങൾ അവിടെ ലഭിക്കും എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അത് അവരുടെ ബോധ്യമാണ്. വളരെ ചെറുപ്പത്തിലെ തലയിൽ അടിച്ചു കയറ്റപ്പെട്ട ബോധ്യം. അപ്പൊ എങ്ങനെയെങ്കിലും അതിനോടനുബന്ധിച്ചുള്ള വീരമൃത്യുകളുണ്ട്. അത് അവരുടെ മതത്തിന് വേണ്ടി മരിക്കുകയാണെങ്കിൽ, അതായത് ജിഹാദിന്റെ ഭാഗമായിട്ട് മരിക്കുകയാണെങ്കിൽ ഈ ലഭിക്കുന്ന ലൗകിക സുഖങ്ങൾ എത്രയോ ഇരട്ടിയായിട്ട് സ്വർഗത്തിൽ ലഭിക്കും. അപ്പൊ അവരെ സംബന്ധിച്ച് ജിഹാദിൽ ഇടപെട്ടുകൊണ്ടുള്ള ഒരു മരണമാണ് അവരാഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ പ്രതിഫലം, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അവർ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ജിഹാദിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള ഒരു മരണമാണ്. നേരെ മറിച്ച് ഇവരെ മോചിപ്പിക്കാൻ വേണ്ടി പോകുന്ന പട്ടാളക്കാരെ സംബന്ധിച്ച് അവര് അത്തരം വിശ്വാസങ്ങളുടെ പേരിലല്ല അവരവിടെ പോകുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ സഹോദരങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് അവർ പോകുന്നത്. അവരുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് അവർ പോകുന്നത്. ഇപ്പൊ ഒരു രാജ്യം, ഒരു ജനത, ആ രാജ്യത്തിന്റെയും ജനതയുടെയും സുരക്ഷിതത്വമാണ് പട്ടാളത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. പട്ടാളം എന്നുള്ളതൊരു ജോലിയാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർ ആ ജോലി നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ പോകുന്നു. കൂടുതൽ അവരുടെ ജീവനും അവർ സംരക്ഷിക്കേണ്ടതുണ്ട്. കാരണം മരിച്ച് സ്വർഗത്തിൽ ചെന്നാൽ ഇവർ പറയുന്ന സൗകര്യങ്ങളൊന്നും അവിടെ കിട്ടിയാലെന്ന് അവർക്കറിയാം. അവർ മരിച്ചുപോയി കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് മാത്രമാണ് അതുകൊണ്ട് നഷ്ടം വരുന്നതെന്നും അവർക്കറിയാം. അതുകൊണ്ട് ഒരു ജോലി എന്ന നിലയിൽ ഒരു പരിധിവരെ നിർബന്ധിത സേവനം കൂടിയാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് പട്ടാളത്തിൽ സേവനം ചെയ്യുക എന്നുള്ളത് നിർബന്ധിതമാണ്. ഇപ്പൊ നമ്മൾ പറയുമ്പം ഒരു കാവ്യഭാവനയില്
രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ മനുഷ്യരാണ്. ഒരു യുദ്ധത്തിന്റെ ഒരു ഹൈ സ്പിരിറ്റിൽ അവർ സ്വയം മറന്ന് യുദ്ധം ചെയ്യും എന്നുള്ളത് നേരാണ്. പക്ഷെ ഒരു ഭീകരവേട്ട എന്നൊക്കെ പറയുന്നത് വളരെ സ്ലോ ആയിട്ടൊരു പ്രോസസ്സാണ്. അപ്പൊ ഒരു പട്ടാളക്കാരൻ അവന്റെ ദൗത്യമാണ് നിർവഹിക്കുന്നത്. ആ ദൗത്യം നിർവഹിക്കുന്ന പട്ടാളക്കാരനും മരിക്കാൻ നിൽക്കുന്ന ജിഹാദിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവൻ ഏത് നിമിഷവും, ജിഹാദിയെ സംബന്ധിച്ച് ഏത് നിമിഷവും അവൻ പൊട്ടിത്തെറിക്കാനും അവൻ സ്വർഗത്തിൽ പോകാനും നിൽക്കുന്നവനാണ്. പട്ടാളക്കാരനെ സംബന്ധിച്ച് അവന്റെ രാജ്യത്തിന്റെ ഉപകരണങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്, അവന്റെ രാജ്യത്തിന്റെ ബൗണ്ടറികൾ സൂക്ഷിക്കേണ്ടതുണ്ട്, രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും പ്രൊട്ടക്ഷൻ അവന്റെ കയ്യിലാണ്. കൂടാതെ ഇവരെ പിടിച്ചുകൊണ്ട് ഒളിപ്പിച്ചിട്ടുള്ള പൗരന്മാരുടെ ജീവനും അവരുടെ കയ്യിൽ തന്നെയാണ്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ഓപ്പറേഷൻസിലുള്ള വ്യത്യാസം, ഒന്ന് ലിമിറ്റ്ലെസ് ആയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ഭീകരവാദിയെ സംബന്ധിച്ച് അവൻ സ്വർഗത്തിൽ പോകാൻ നിൽക്കുന്നവനായതുകൊണ്ട് അവന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ലിമിറ്റ്ലെസ് ആണ്. മറ്റേ ആളെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ കെട്ടുപാടുകൾ ഉള്ളിൽ നിന്നാണ് അയാൾ പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായും ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇനി എന്താണ് ഇതിന്റെ ഓൾട്ടർനേറ്റീവ് എന്നുള്ള ആലോചനയാണ് ഇവരെ സംബന്ധിച്ച്, നെതന്യാഹുവിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ ഇടയാക്കിയിട്ടുള്ളത്. ഇപ്പൊ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എലിയുടെ മാളം എവിടെയാണോ ആ മാളത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. എലി എപ്പോഴെങ്കിലും പുറത്തു വന്നേ പറ്റൂ. എലിക്ക് നിരന്തരമായിട്ട് മാളത്തിൽ മാത്രം വസിക്കാൻ പറ്റില്ല. ഇപ്പൊ മാളത്തിന് കുറച്ചു കാലത്തേക്ക് വസിക്കാനുള്ള വസ്തുക്കൾ അവരിപ്പോ സമ്പാദിച്ചു. ഈ ഒരു കുറച്ച് ദിവസങ്ങളുടെ ഇടയിലൂടെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ നിലവിളിയെ തുടർന്ന് അവിടെ എയ്ഡ് മെറ്റീരിയൽസ് കടക്കുവാൻ അനുവദിച്ചു. ഓൾറെഡി എയ്ഡ് മെറ്റീരിയൽസ് ഇസ്രായേലോടെ വിതരണം ചെയ്യുന്നുണ്ട്. ആ എയ്ഡ് മെറ്റീരിയൽസിൽ നിന്ന് ഹമാസിന് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ സാധിക്കാത്തതാണ് ഈ അടുത്ത കാലത്ത് അവിടെ ഉണ്ടായ ഹമാസിനെ ഏറ്റവും അധികം പ്രകോപിപ്പിച്ച പ്രശ്നം എന്ന് പറയുന്നത്. അവിടെ എയ്ഡ് മെറ്റീരിയൽസ് വിതരണം ചെയ്യുന്ന വിതരണ കേന്ദ്രങ്ങളുടെ ചുറ്റുമുണ്ടായ മരണങ്ങൾ മുഴുവൻ ഹമാസിന്റെ സൃഷ്ടിയാണ്. ഒന്നുകിൽ ഹമാസ്, അല്ലെ ഹമാസിനെ എതിർക്കുന്ന ഹമാസ് പോലെയുള്ള സംഘടനകൾ. ഹമാസിനെ എതിർക്കുന്ന ഹമാസ് പോലെയുള്ള സംഘടനകൾക്ക് ഇസ്രായേൽ ആയുധം നൽകി സഹായിക്കുന്നുണ്ട് എന്നുള്ളത് രഹസ്യമാണെങ്കിൽ കൂടി പരസ്യമായ ഒരു വസ്തുതയാണ്. ഈ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അവിടെ മരണ കാരണം എന്ന് പറയുന്നത്. അല്ലാതെ ഭക്ഷണമില്ലായ്മയോ ഭക്ഷണം വാങ്ങാൻ വന്നവരെ വെടിവെച്ചതോ ആയിട്ടുള്ള വിഷയങ്ങളല്ല. പക്ഷെ അത് ഭക്ഷണം വാങ്ങാൻ വന്നവരെ വെടിവെച്ചതായിട്ടുള്ള ഒരു വാർത്തയായി ഇത് പുറത്തേക്ക് കൊണ്ടുവരുവാൻ ലെഫ്റ്റ് ജിഹാദിസ്റ്റ് മീഡിയകൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിനകത്തെ അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം ഈ ഹമാസിന് ഭക്ഷണം മോഷ്ടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് നിന്ന് അവര് അത് യുഎന്റെ കൈകളിലേക്ക് എത്തിക്കുകയും ഈ ദിവസങ്ങൾ ഒരാഴ്ചയോളമായി അവിടേക്ക് UN സെന്ററുകളിലേക്ക് ഭക്ഷണം പ്രവഹിക്കുകയും ആ സാധനങ്ങൾ മുഴുവൻ ഹമാസ് തട്ടിയെടുത്ത് അവരുടെ തുരങ്കങ്ങളിൽ എത്തിക്കുകയും അങ്ങനെ താൽക്കാലികമായ ഒരു സുരക്ഷ അവരുടെ കയ്യിൽ വരികയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ അവർ ആ വീഡിയോ റിലീസ് ചെയ്ത് പ്രകോപനം ഉണ്ടാക്കിയതും കൂടാതെ പാലസ്തീൻ ഞങ്ങൾ പൊരുതി നേടിക്കൊള്ളാൻ വേറെ ആരുടെയും സഹായം വേണ്ട എന്ന പ്രസ്താവന ഇറക്കിയത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി മാളത്തിന് ചുറ്റും കാത്തിരിക്കുക എന്നല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. മാളം അറിയാം, പക്ഷെ മാളം പോയിക്കാൻ പറ്റില്ല. കാരണം പോയിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ബന്ധം കൂടെ കൂടിപ്പോകും. അതുകൊണ്ട് അവർക്കത് പോയിക്കാൻ പറ്റില്ല. അതിനകത്ത് വിഷവാതകം കയറ്റിവിടാൻ പറ്റില്ല, അതിനകത്ത് ബോംബിടാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ തന്നെ മക്കളെ പിടിച്ചു വെച്ചുകൊണ്ടാണ് ഇവര് ഈ തുരങ്കത്തിനകത്ത് വസിക്കുന്നത്. ആകെ നിവൃത്തിയുള്ളത് തുരങ്കത്തിൽ നിന്ന് ഇവൻ പുറത്തു വരാൻ വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതിനുള്ളൊരു സൊല്യൂഷൻ നിലയിലാണ് ഗാസയുടെ പരിപൂർണ നിയന്ത്രണം അവര് ഏറ്റെടുക്കുന്നു എന്ന തീരുമാനത്തിലേക്ക് വരുത്തുന്നത്. ഇതിനെ സംബന്ധിച്ച പ്രഖ്യാപനം ഇന്നോ നാളെയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നിന്നൊരു ഔട്ട്ക്രൈ ഉണ്ടാവും, അത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അവർ പറയും. പക്ഷെ അവരെ സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ എക്സിസ്റ്റൻസും അവരുടെ സുരക്ഷിതത്വവുമാണ് അവരെ സംബന്ധിച്ച് പ്രധാനം. അത്തരം കാര്യങ്ങൾ ഉറച്ചു നിൽക്കാൻ നെതന്യാഹുവിന് കഴിയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മെച്ചം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു സാഹചര്യം നമ്മൾ ഓർക്കേണ്ടത്, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയിലും ജിഹാദിസ്റ്റുകൾ ഈ പണി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. 22 ടണലുകളാണ് പാകിസ്ഥാനിൽ തുടങ്ങിയിട്ട് ഇന്ത്യയിൽ അവസാനിക്കുന്ന ടണലുകൾ യുവമാരെ നിർമ്മിച്ചു വെച്ചത്. ഈ അടുത്ത കാലത്ത് പെഹൽഗാമിൽ വന്ന് ആക്രമണം നടത്തിയ ജിഹാദിസ്റ്റുകൾ പോലും അത്തരം ടണലുകളിലൂടെ ഈ രാജ്യത്ത് പ്രവേശിച്ചവരാണ്. ഇപ്പൊ ഈ ടണലുകളിലൊക്കെ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ ബന്ദികളാക്കി പിടിച്ചു വെച്ചുകൊണ്ട് ഇവര് ഇപ്പോൾ ഇസ്രായേലിലെ ഹമാസ് കളിക്കുന്ന കളിയാണ് കളിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ കാശ്മീരിൽ നേടിയ യുദ്ധ നേട്ടം നമുക്ക് ഈ തരത്തിൽ നേടിയെടുക്കാൻ കഴിയുമായിരുന്നില്ല. അവര് അത്തരം ഒരു ടാക്ടിക്സിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ പാകിസ്ഥാനെ ആക്രമിച്ച് വരുതിയിലാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ വിജയമാണ്. ഇവിടെ പെട്ടെന്ന് ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇസ്രായേൽ നേരിടുന്ന ഒരു ഡയലമ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ആളുകളെ പിടിച്ച് മാളത്തിൽ വെച്ചിട്ട് ഇതേ കളി കളിച്ച് നമ്മൾ എന്ത് ചെയ്യും? അവരുടെ ആളുകളെ പിടിച്ച് മാളത്തിൽ വെച്ചുകൊണ്ടാണ് ഇവര് വിലപേശുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു തരത്തിലുള്ള ദയവും ഹമാസ് അർഹിക്കുന്നില്ല എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയാണ്. ഇന്നലെ വീഡിയോ പുറത്തു വന്നതോടെ എൻറ്റയർ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഹമാസിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും പാലസ്തീനിൽ ജനത പട്ടിണി കിടക്കുകയാണ് എന്ന ഒരു തെറ്റിദ്ധാരണയിൽ പാലസ്തീൻ ജനതയോടുള്ള അലിവ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുൻപിൽ വലുതായി നിൽക്കുന്നുണ്ട്. അത് നെതന്യാഹുവിന് നേരെയുള്ള ഒരു അമർഷമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു വസ്തുതയാണ്.